ഹലോ, നമുക്ക് റബ്ബർ ടാപ്പിംഗ് വീഡിയോ കണ്ടാലോ? ഹായ് അമ്മ. അമ്മ ഹായ്. ഓക്കെ, അമ്മയാണ് നമുക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് റബ്ബർ വെട്ടുന്നതെന്ന്. അമ്മ, റബ്ബർ വെട്ടുമ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അതിരാവിലെ തന്നെ ഇറങ്ങണം റബ്ബർ വെട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കറയങ്ങ് ഇതായിപ്പോവും, കട്ടയായിപ്പോവും. അതിൻ്റെ കാര്യം വെളുപ്പിനെ നമ്മൾ വെട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ കറ ഉണ്ടാകും. അതിൻ്റെ കൂടെ നല്ലോണം കറയുണ്ടെങ്കിൽ അതെന്നും നമ്മൾ വെട്ടണം, അല്ലെങ്കിൽ ഒന്നിത്തിരാടെ വെട്ടിയാലും മതി. പിന്നെ ഇതിൻ്റെ വെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തലേ ദിവസം വെട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒട്ടുപാലെന്ന് പറയുന്നത് ഈ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇവിടെ ഇരിക്കും. അത് നമ്മൾ രാവിലെ വന്നുടനെ ഇതങ്ങ് വലിച്ച് കളയണം, തണ്ടേ കളഞ്ഞ്. അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ചിരട്ട എടുക്കണം. ചിരട്ട എടുത്തിട്ട് ഇതിനകത്തെ കണ്ട് ഒട്ടുപാലെന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മളെടുത്ത് ഇവിടെ താഴെ ഇടണം. എന്നിട്ട് ഇത് ചിരട്ട അങ്ങോട്ട് വെക്കണം. അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി നല്ല വൃത്തിയാക്കിയൊക്കെ ഇടണം. എന്ന് വെച്ചാൽ നമ്മൾ കറ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നല്ല വില കിട്ടണമെങ്കിൽ നല്ല ഷീറ്റാണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് തുടങ്ങണം. ഇങ്ങനെ ആദ്യം ഇങ്ങനെ മേളിലോട്ട് കത്തി കൊണ്ടുപോവുക. എൻ്റെ ഒരിത് ഇനി എല്ലാവരും ഒക്കെ വെട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ വെട്ടുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഇത് കണക്ക് ചെയ്ത് എന്തെങ്കിലും വെട്ടി വന്നിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കണ്ടോ ഇത് കണക്ക് ചെത്തി ഇത് ഇപ്പം നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ സൈസിലെ കത്തിയായിരുന്നു. ഇപ്പം പുതിയ സൈസ് കത്തി. എൻ്റെ പേരെന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, എന്നാലും ഇതിനൊരു പേരുണ്ട്. കറ വരുന്നുണ്ടോ? കറ വരുന്നു. കറ വന്നു കഴിഞ്ഞിട്ട് ഇത് വേണ്ട ഇങ്ങനെ നല്ല നേരെ തന്നെ വരും. കണ്ടോ കറ വരുന്നു. ചിരട്ടയിലോട്ട് വരുന്നു. കത്തിയുടെ പേരെന്ന് പറഞ്ഞാൽ കുഞ്ഞിനറിയാമെന്ന് തോന്നല്ലേ കത്തിയുടെ പേര്? കത്തിയാ. ആ കത്തി നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ നീളമുള്ള കത്തിയാണ് ആ കത്തിയായിരുന്നു. പക്ഷേ ഇപ്പം ഇത് പുതിയ സൈസ് കത്തിയാണ്. ആ കത്തിയാണ് ഞാൻ എൻ്റെ മോളും കൂടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് ഞങ്ങൾക്ക് അതിന് കിട്ടിയതാണ്. അങ്ങനെയൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി. ഇപ്പം ഞാൻ സ്വന്തമായിട്ടും വെട്ടും, പിന്നെ എൻ്റെ മോളും വെട്ടും. വെട്ടുന്ന കാണിച്ചു. ഹായ്.